തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളും പോലീസും തമ്മിൽ സംഘർഷത്തിനിടയിൽ ഒരാൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിന്റെ ജനാല അടിച്ചു തകർത്തു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വീണ്ടും സംഘർഷത്തിലേക്ക് നയിച്ചു. അവിടെ എത്തിയ ഡ്രഡ്ജർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. പോലീസുകാർ വിട്ടുതരണം. അതാണ് ഞങ്ങൾക്ക് മെയിൻ കാര്യം. ഞങ്ങള് എത്ര ദിവസമുണ്ട്, 2 മാസം ഞങ്ങളെ വീടൊക്കെ പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നീതി കാണിക്കാത്ത ഗവൺമെന്റ് ഇന്ന് ഒരു ക്ലാസ് പൊട്ടിയതിന്റെ പേരില് ഞങ്ങളൊരു ചെറുക്കന് ഞെരുക്കത്ത് ക്ലാസ് പൊട്ടിയതിന്റെ പേരിൽ ഞങ്ങളൊരു ചെറുക്കന് ഇടുപ്പാട് പിടിച്ചെടുക്കാൻ പോയി. എന്തോ കൊലപാതകം ചെയ്തണക്ക്. ഞാൻ കൊലപാതകം ചെയ്തില്ല. ഞങ്ങളെ ചെറുക്കൻ നീതി ചോദിച്ചാണ് വന്നത്. 1 കോടി വിലയുള്ള വെള്ളത്തിന് ഒരു വിലയേ ഇല്ലേ. 10,000-കണക്കിന് ആളുകൾ പട്ടിണി കിടക്കിന്. ഒരു തുള്ളി പാല് കൊടുക്കാൻ നിവർത്തിയില്ലാതെ മക്കളെ അടക്കാൻ അവർക്കൊരു ഗ്ലാസ് പൊട്ടിയത് ഇതുവരെ ആയിപ്പോയാ. ആരും വന്നിട്ടില്ല, ജനപ്രതിനിധികൾ ആരും വന്നിട്ടില്ല. അപ്പൊ പോലീസും ജനങ്ങളും തമ്മിലടിക്കട്ടെ എന്ന് വിചാരിക്കുകയാണെന്ന് തോന്നുന്നു. അത്രയാണ്. നമ്മള് ലക്ഷങ്ങൾ ചെലവാക്കിയാണ് വള്ളങ്ങൾ എടുത്തിട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ പലിശയോടും കൊടുക്കാൻ നിവർത്തിയില്ല, ഉപജീവനത്തിന് ജീവിക്കാൻ നിവർത്തിയില്ല, നിത്യവൃത്തിക്കുള്ള വകയൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് വിഷമത്തിലാണ് ഇപ്പോൾ. ജിബിൻ വിവരങ്ങളുമായിട്ട് ജിബിൻ, അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് കൃത്യമായി അറിയുന്നതാണ്. ജിബിൻ പലതവണ അവിടുത്തെ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ വരുന്നതോടുകൂടി കാര്യങ്ങളൊക്കെ ശരിയാകും, വേഗത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാൻ കഴിയുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഇത്രയും ദിവസമായില്ല. അപ്പോൾ ഒരു ആളുകളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരുന്നാൽ ഈ പ്രതിഷേധമൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുകയും ചെയ്യും. ദിവിഷ്, അത് തന്നെയാണ്. ഈ സർക്കാർ നൽകിയ വാക്കുകൾ പാഴായതോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ഒരു സമര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഈ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് മുന്നിലെ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് ഓഫീസിന് മുന്നിൽ പട്ടിണി കഞ്ഞിയും വെച്ചുകൊണ്ടുള്ള ഒരു സമരവുമായി ഇവർ മുന്നോട്ട് ഇറങ്ങിയത്. പക്ഷേ ഇതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നോ ആരും തന്നെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 മാസമായി ഇവിടെ ഈ മത്സ്യബന്ധനം എന്ന് പറയുന്നത് ഇവരുടെ പ്രധാന ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം. അത് പൂർണ്ണമായി മുടങ്ങിക്കിടക്കുകയാണ്. അത് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പൊഴിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ മുഴുവനായി നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ 2 മാസക്കാലമായും ഇവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണയും ചർച്ചകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചർച്ചയിൽ എടുക്കുന്ന തീരുമാനങ്ങളും വാക്കുകളും പാഴ്വാക്കുകളാവുകയാണ്. അതുകൊണ്ടാണ് ഇവർ വീണ്ടും സമര രംഗത്തേക്ക് എത്തേണ്ടി വരുന്നതും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്ത സമയത്തും ഈ ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് ഡ്രഡ്ജ് ചെയ്ത് മണൽ മാറ്റി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാണ് ഈ മത്സ്യത്തൊഴിലാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് ആ ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അവർ ആ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ പൊഴി മുറിക്കാൻ വേണ്ടി അനുമതി നൽകുകയും ചെയ്തു. പക്ഷേ പൊഴി മുറിച്ചു, ഈ ഡ്രഡ്ജർ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇതുവരെയും ഈ 2 ആഴ്ച പിന്നിട്ടും ഈ ചന്ദ്രഗിരി എന്ന് പറയുന്ന ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ മണൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിൽ നിന്ന് ഈ മണലും വെള്ളവും ഒരുമിച്ചാണ് പുറത്തേക്ക് വരേണ്ടത് ഈ ഡ്രഡ്ജറിലൂടെ. പക്ഷേ ഇതിൽ നിന്ന് വെള്ളം മാത്രമേ പുറത്ത് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ സജീവമായി നിൽക്കുന്ന ഒരാളാണ് സജീവ് എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ഈ തട്ടുമടി എന്ന് പറയുന്ന അസോസിയേഷൻ്റെയൊക്കെ നേതാവായിട്ടുള്ള ആളാണ്. ചേട്ടാ, നിങ്ങളിപ്പോൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി. ഇതുവരെയും നിങ്ങൾ നടത്തിയ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇവർ പറഞ്ഞ വാക്കുകളോ ഒന്നും തന്നെ അതിനൊരു പരിഹാരവുമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ ഇന്നെന്തൊക്കെയാണ് നിങ്ങൾ ഈ പ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്? പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതിൽ നമ്മൾ കഴിഞ്ഞ 28-ാം തീയതി, കഴിഞ്ഞ മാസം 28-ാം തീയതി സമരം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് 4-ാം തീയതി ഇവിടെ ട്രെജർ കൊണ്ടുവന്ന് ചേറ്റുവെന്ന് ട്രെജർ കൊണ്ടുവന്നു. ചെറിയ ചേറ്റുവ എന്നുള്ള ഇതിൽ അതുകൊണ്ട് പര്യാപ്തമായി നടക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും വലിയ ട്രെജർ ഉള്ളത് ചന്ദ്രഗിരി കൊണ്ടുവന്നിട്ട് ഇന്നേക്ക് 20 ദിവസമായി. ഇതുവരെ അത് പൂർത്തിയായി വർക്കായിട്ടില്ല. വ്യക്തമായ രീതിയിൽ വർക്കാകുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും സമരം വയ്ക്കുന്നത്. തന്നെയാണ്. കാരണം കാലാകാലങ്ങളായി ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. നമുക്കറിയാം, ഈ മുതലപ്പുഴി എന്ന് പറയുന്നത് ഏകദേശം 70 പേരുടെ ജീവൻ നഷ്ടമായ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ പക്ഷേ അത്രയും വലിയൊരു പൊഴിയിലാണെന്ന് മണൽ പൂർണ്ണമായി അടങ്ങിക്കിടക്കുന്നത്. ഈ മണൽ അടങ്ങിക്കിടക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവർക്ക് ഇവരുടെ ഉപജീവനം തേടി കടലിലേക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉള്ളതെന്നാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പക്ഷേ ഇവർക്ക് ഇന്ന് ഇപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് ഇവർ ശരി, ജിബിൻ ജെബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പെരുമാതുറയിലെ മുതലപ്പുഴയിലാണ് വലിയ സംഘർഷമുണ്ടായത്. അവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ, പൊഴി തുറക്കാനുള്ള ഒരു നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടത്ര പ്രയോജനപ്പെട്ടിട്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിനിടയാക്കിയത്. പ്രതികരണങ്ങൾ വരുന്നുണ്ടോ എന്ന്?
മുതലപ്പുഴി ചാനലിൽ കിടക്കുന്ന ടെട്രാപോഡ് മാറ്റണം, ഒരാവശ്യകത. അതിനുള്ള വർക്ക് നമ്മൾ അറേഞ്ച് ചെയ്തു. ശരി, ശബ്ദത്തിൽ പ്രശ്നങ്ങളുണ്ട്. ടെട്രാപോഡ് മാറ്റുന്ന നടപടികൾ കൂടി നടന്നാലേ ഈ മണൽ മാറ്റൽ വേഗത്തിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്.